MBBS കോഴ്സ് എത്ര വർഷം കൊണ്ട് തീരും? 10.5 വർഷം കൊണ്ട് തീരുന്ന സ്റ്റേറ്റുകളുമുണ്ട്. അത്ര നാളും പഠിക്കാനുണ്ടോ? 4.5 വർഷമാണ് MBBS കോഴ്സ് പഠിക്കേണ്ടത്. അതിനുശേഷം 1 ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ട്. 5.5 വർഷമാണ് MBBS കോഴ്സിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്യൂറേഷൻ. നമ്മൾ കേരളത്തിൽ പഠിച്ചാൽ ഈ 5.5 വർഷം കൊണ്ട് കോഴ്സ് തീരും. പക്ഷേ ചില സ്റ്റേറ്റുകളിൽ, ചില ക്യാമ്പസുകളിൽ നിർബന്ധമായ ബോണ്ടുണ്ട്. അത് വിദേശ രാജ്യത്ത് പോയി പഠിച്ചാലും MBBSന് ബോണ്ട് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ESI മെഡിക്കൽ കോളേജിലാണ് ഒരു വിദ്യാർത്ഥി MBBS പഠിക്കുന്നതെങ്കിൽ ഈ 4.5 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പും അതിനുശേഷം നിർബന്ധമായിട്ടുള്ള 1 ഇയർ ബോണ്ടും കഴിഞ്ഞാൽ മാത്രമേ ആ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ 1 ഇയർ ബോണ്ട് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ അതിന് കോമ്പൻസേഷൻ ഫീസ് നമ്മൾ റെമിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇത് 1 ഇയർ ആണ് ESI മെഡിക്കൽ കോളേജിൽ നമുക്ക് ബോണ്ട് ഉള്ളതെങ്കിൽ 5 വർഷം ബോണ്ടുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകളുണ്ട്. 2 വർഷം ബോണ്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. ബോണ്ട് ഒന്നുമില്ലാതെ പഠിക്കാവുന്ന സ്റ്റേറ്റുകളുമുണ്ട്. ഇതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഓരോ വർഷവും ഈ ബോണ്ടിന്റെ ഇയറുകൾ ചേഞ്ചസ് വരാം. അതുകൊണ്ട് മുൻ വർഷത്തെ ബോണ്ട് ഉണ്ടോ എന്ന് നോക്കി നമുക്ക് തീരുമാനിക്കാൻ സാധിക്കത്തില്ല. നീറ്റ് എക്സാമിനേഷൻ എഴുതി റാങ്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയോ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെയാണ് നമ്മൾ ഒരു MBBS കോഴ്സിന് അഡ്മിഷൻ നേടുക. അത് ഗവൺമെന്റ് സീറ്റുകളോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളോ NRI സീറ്റുകളോ ഡീംഡ് മെഡിക്കൽ കോളേജുകളോ ഏതുമാവട്ടെ 100% സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് ഒന്നുകിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെ. ഈ 2 കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന സമയത്തും ഓരോ കോളേജിൻ്റെയും നേരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന 5.5 വർഷത്തിന് ശേഷം ബോണ്ട് എത്ര വർഷമാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്ക് റാങ്കിനെ ബേസ് ചെയ്ത് MBBS ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ കോളേജും സ്റ്റേറ്റും സെലക്ട് ചെയ്ത് ചോയ്സ് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയാൽ 5.5 വർഷം സ്വപ്നം കണ്ടായിരിക്കും ഈ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുക. പക്ഷേ ബോണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, പക്ഷേ ഈ ബോണ്ടിൻ്റെ സമയത്ത് നമുക്കറിയാം നമുക്ക് ചെറിയ സാലറി ഉണ്ടാവും. പക്ഷേ ആ സാലറിയേക്കാളുപരി എനിക്ക് ആ സ്റ്റേറ്റിൽ നിന്നും കോഴ്സ് ഒന്ന് വിഡ്രോ ചെയ്ത് പിന്നീട് ഒരിടത്തേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാതെ ഈ കോഴ്സിൽ ആ ബോണ്ട് തീരുന്നത് വരെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് MBBS എന്നൊരു കോഴ്സ് ഇന്ത്യയിലോ വിദേശത്തോ ഏത് രാജ്യത്ത് പഠിക്കാൻ ജോയിൻ ചെയ്താലും കോഴ്സിൻ്റെ ഡ്യൂറേഷനും ബോണ്ടിൻ്റെ ഡ്യൂറേഷനും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.